എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന് പ്രിസൺ ടാഗ്. അപ്പോൾ ഇത് നമ്മുടെ ഓവർ ക്രൗഡിങ് പ്രിസൺസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ പൊളിറ്റി GS2 പൊളിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഉള്ളത് ഒരു കൺസിസ്റ്റൻറ്റ് റെസ്പോൺസ്. ഇത് നമ്മൾ ഡൽഹി പൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു എഡിറ്റോറിയൽ ടോപ്പിക്കാണ്. നമുക്ക് ഇപ്രാവശ്യമുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് റെലവൻറ്റ് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ആണെങ്കിലും കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇപ്പോൾ പ്രസൻറ്റ് ടാഗിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെയുള്ളത് ഹൗ ഇന്ത്യ കുഡ് കൗണ്ടർ ദ CBAM. അത് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് GS3 എക്കണോമി എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് G20 ആണ് കേട്ടോ. G20 ഞാൻ എഡിറ്റ് ചെയ്യാം. G20 GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ട് G20 കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ കറൻ്റ്ലി ബ്രസീലിലെ G20 നടക്കുവാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് G20 എന്താണ്, G20 കറണ്ട് റിലവൻസ് എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ആസ്പെക്റ്റിൽ G20 എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് നോക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രിസൺ ടാഗ്. ഓക്കെ, എൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഓവർ ക്രൗഡിങ് ഇൻ ഇന്ത്യൻ പ്രിസൺസ് ഹാസ് ബീൻ എ ക്രോണിക് ഇഷ്യൂ with the population exceeding capacity of 131.4%. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡേറ്റ ആണല്ലേ. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്കൊരു ഡേറ്റ കിട്ടി. അതായത് ഒരു പ്രിസൺ പോപ്പുലേഷൻ എൻ്റെ എക്സ്പാൻഷൻ അല്ലല്ല ഇത്രയും 131% കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയും ഓവർ ക്രൗഡിങ് ആയിട്ടുണ്ട് പ്രിസണിൽ. അപ്പോൾ അതിന് വേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ആൻസർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം IPS ഒക്കെ കിട്ടി, പ്രിസൺ വാർഡനൊക്കെ ആയി, അങ്ങനെയുള്ള കേസസ് അല്ലെങ്കിൽ ജയിൽ അതോറിറ്റിയുടെയൊക്കെ ഇത് വരുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ കേസ് സ്റ്റഡിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡേറ്റയൊക്കെ കോട്ട് ചെയ്യാം. ഓക്കെ, ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് സച്ച് ആസ് ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഓഫ് പ്രിസണേഴ്സ് ഹാവ് ബീൻ പ്രൊപ്പോസ്ഡ് ആസ് എ മീൻസ് ടു ഡീകൺജസ്റ്റ് ജയിൽസ്. അതാണ് പ്രിസൺ ടാഗ് എന്ന് പറയുന്നത്, എൻഷുറിങ് പബ്ലിക് സേഫ്റ്റി. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഡിവൈസസ് ആണ്. സുപ്രീം കോർട്ട് സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് ഹാസ് റെക്കമെൻഡഡ് ഇൻട്രൊഡ്യൂസിങ് ഇലക്ട്രോണിക് ടാഗ്സ് ഫോർ പാരോളീസ് ഫോർ ലോക്ക്ഡ് പ്രിസണേഴ്സ് ആൻഡ് അണ്ടർ ട്രയൽസ് പോസിംഗ് ലോ ഓർ മോഡറേറ്റ് റിസ്ക്. അതായത് ലോ ഓർ മോഡറേറ്റ് റിസ്ക് ആയിട്ടുള്ളവർക്ക് പ്രിസൺ ടാഗ്സ് കൊണ്ടുവരാം, ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിവൈസസ് കൊണ്ടുവരാം. ദീസ് ടാമ്പർ പ്രൂഫ് ഡിവൈസസ് വുഡ് മോണിറ്റർ മൂവ്മെൻറ്റ്സ് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ബെയിൽ ആൻഡ് പരോൾ കണ്ടീഷൻസ്. ഇത് നമ്മൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2023 ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് ട്രാക്കേഴ്സ് ഫോർ പ്രിസണേഴ്സ് ഗ്രാൻറ്റഡ് പരോൾ. ഒഡീഷ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പൈലറ്റ് സച്ച് ഡിവൈസസ് ഫോർ അണ്ടർ ട്രയൽസ് അക്യൂസ്ഡ് ഓഫ് നോൺ ഹീനിയസ് ക്രൈംസ്. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് എന്താണ് ഈ ഒരു പ്രിസൺ ടാഗിങ് കൊണ്ടുവരുന്നതിലൂടെ? പിന്നെ ഡീകൺജസ്റ്റൻ ഓഫ് പ്രിസൺസ് ആണ്. അതായത് ചെറിയ ഒരു കേസ് വന്നാൽ പോലും അവരെ പിടിച്ച് ജയിലിലിടുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അങ്ങനെയുള്ളവരായിരിക്കും ഒരു മജോറിറ്റി വരുന്നത്. അപ്പോൾ പ്രിസണിലെ കപ്പാസിറ്റി അതനുസരിച്ച് കൂടുകയാണ്. ഓക്കെ, എലിവേറ്റ്സ് ഓവർ ക്രൗഡിംഗ് ബൈ അലവിങ് ലോ റിസ്ക് ഒഫൻഡേഴ്സ് ടു സെർവ് കണ്ടീഷണൽ ബെയിൽ ഓർ പരോൾ ഔട്ട്സൈഡ് ജയിൽസ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട്, റെഡ്യൂസസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അതായത് ഇവരെ നമ്മൾ പ്രിസണിൽ നിർത്തുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഫുഡ് വേണം, അവരുടെ വാട്ടർ അവൈലബിലിറ്റി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പം എന്താണ് നമ്മുടെ കോസ്റ്റ്, ഗവൺമെൻറ് കോസ്റ്റ് ഇതിനകത്ത് കൂടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ മെഷേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് ആ കോസ്റ്റ് കുറയും. മോണിറ്ററിംഗ് കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ എൻഷുറിംഗ് പരോളീസ് അഡ്ഹർ ടു ലീഗൽ കണ്ടീഷൻസ് എൻഹാൻസിങ് പബ്ലിക് സേഫ്റ്റി. പിന്നെ കൺസേൺസ് ആൻഡ് ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു പ്രൈവസിയാണ്. കോർട്ട് റൂളിംഗ്സ് ഹാവ് ഡിസപ്രൂവ്ഡ് ഓഫ് ഇൻട്രൂസീവ് ബെയിൽ കണ്ടീഷൻസ് സച്ച് ആസ് റിയൽ ടൈം ലൊക്കേഷൻ ഷെയറിംഗ്. പിന്നെ ലാക്ക് ഓഫ് ഗൈഡ് ലൈൻസ്, നോ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഒന്നുമില്ല എങ്ങനെ ഈ ട്രാക്കിംഗ് ഡിവൈസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നോ, അതായത് ഒരാളുടെ പ്രൈവസിനെ ബാധിക്കാത്ത രീതിയിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളൊരു ഫ്രെയിംവർക്കൊന്നും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലീഗൽ മെഷേഴ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സോഷ്യൽ സ്റ്റിഗ്മയാണ്. അതായത് ഈ ഡിവൈസസ് ഒക്കെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പുറത്തൂടെയൊക്കെ നടക്കുമ്പം, അപ്പോൾ അയാൾ പുറത്തൂടെ നടക്കുമ്പോൾ അയാളുടെ കാലിൽ ഇതുപോലുള്ള കോളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, ഇയാൾ വലിയ എന്തോ ക്രൈം ചെയ്ത ഒരാളാണ്, അപ്പോൾ ഇയാളുടെ അടുത്ത് പോകണ്ട, അങ്ങനെയുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, പിന്നെ ഗ്ലോബൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ഇലക്ട്രോണിക് ടാഗിങ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലുണ്ട്. എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. US, UK ഇങ്ങനത്തെ മെഷേഴ്സ് ഉണ്ട്. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ പോളിസി ഫോർമുലേഷനാണ്.
ഇതിനൊരു കോംപ്രിഹെൻസീവ് ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക, ഇതിൻ്റെ പ്രിസണേഴ്സിൻ്റെ റൈറ്റും പബ്ലിക് സേഫ്റ്റിയൊക്കെ മാനിക്കുന്ന രീതിയിൽ ഉള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരിക. പിന്നെ പൈലറ്റ് പ്രോഗ്രാംസ്, ഇപ്പോൾ ഒഡീഷ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഡിഫറെൻറ്റ് ഡെമോഗ്രാഫിക്കൽ, ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റുകളിൽ, ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അവയർനെസ് ക്യാമ്പയിൻസ്, ഇപ്പം ഈ സ്റ്റിഗ്മ വരും എന്ന് പറഞ്ഞാൽ, അതായത് ഇവരെ ഒരു പ്രിജുഡിസോടെ കാണുന്ന രീതിയിലോട്ടുള്ള മെഷേഴ്സൊക്കെ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താണ്, അതൊരു പബ്ലിക് എഡ്യൂക്കേഷൻ കൊടുക്കുക, പബ്ലിക്കായിട്ട് അവയർനെസ് കൊടുക്കുക. അതായത് ലോ റിസ്ക് ആയിട്ടുള്ള ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇതിന് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്കാണ് ക്യാമ്പയിൻ ചെയ്യാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള ഡിവൈസസ് വേണം ഇതിനകത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒരു കോളർ വെക്കും, അടുത്ത ദിവസം ആൾ ചാടിപ്പോവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് റെസ്പോൺസ്. അതൊരു നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഡൽഹി ഫേസസ് എ സിവിയർ പൊല്യൂഷൻ crisis every winter with the air quality index frequently breaching hazardous levels. Despite numerous measures, both technological and policy driven, air quality improvements have been inconsistent. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് രണ്ട് ഡേറ്റ നമുക്ക് വേണം നോക്കാം. ഏകദേശം 50% ഓഫ് ചിൽഡ്രൻ ൻ്റെ ലങ്സ് ഇറിവേഴ്സിബിളായിട്ട് ഡാമേജ്ഡായി. ഓക്കെ, ഇൻ ഡൽഹി അല്ലെ NCR റീജിയണിൽ അതൊരു പോയിൻ്റാണ്. പിന്നെ ഒരു നമ്മുടെ ആ എയർ ക്വാളിറ്റി ഇതൊരു കമ്പാരിസൺ നടത്തുന്നത് വെച്ചാൽ 50 സിഗരറ്റ്സ് ഒരു ദിവസം വലിക്കുന്നതിന് തുല്യമാണ് ഒരു ഡേ നമ്മൾ ഡൽഹി എയർ ശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഡേറ്റ ഉണ്ട്. പിന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈസ് എ ടൂൾ ഡിസൈൻ ടു കമ്മ്യൂണിക്കേറ്റ് എയർ ക്വാളിറ്റി ലെവൽസ് ഇൻ സിമ്പിൾ അണ്ടർസ്റ്റാൻഡബിൾ ടേംസ്. പിന്നെ ഇതിൻ്റെ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ് ഇതിനകത്ത് കവേർഡ് ആയിട്ടുള്ളത്? മേജറായിട്ട് 8 പൊല്യൂട്ടൻസ് ആണുള്ളത്. PM പർട്ടിക്കുലർ മാറ്റർ 2.5, പർട്ടിക്കുലേറ്റ് മാറ്റർ 10, അമോണിയ, ലെഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഡയോക്സൈഡ്, ഓസോൺ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഇത്രയും പൊല്യൂട്ടൻസ് ആണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കവേർഡ് ആയിട്ടുള്ളത്. പർപ്പസ് എന്താണ്? ഹെൽപ്സ് കാറ്റഗറൈസ് എയർ ക്വാളിറ്റി ടു ഡിഫറെൻറ്റ് ബാൻഡ്സ് വിച്ച് ഗൈഡ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ് അണ്ടർ ദ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫോർ ഡൽഹി ആൻഡ് NCR റീജിയൻ. NCR എന്ന് പറയുമ്പോൾ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ഓക്കെ, പിന്നെ കറണ്ട് എയർ പൊല്യൂഷൻ സിനാരിയോ ഇൻ ഡൽഹി നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് എയർ ക്വാളിറ്റി റീഡിങ്സ് എന്ന് പറയുന്നത് 1000-ന് മുകളിലും ചില ഏരിയാസിൽ പോയിട്ടുണ്ട്. ഹൈലൈറ്റിംഗ് ഹസാർഡസ് എയർ ക്വാളിറ്റിയാണ്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് സ്റ്റബിൾ ബേണിംഗ്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ പഞ്ചാബ്, ചണ്ഡീഗഡ് അതുപോലത്തെ റീജിയനിൽ, അതായത് ഫാമിംഗ് ഏരിയാസിലൊക്കെ കൃഷി ചെയ്തതിന് ശേഷം അതിൻ്റെ ചകിരിയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റെസിഡ്യൂ ഉണ്ട്, അത് ആൾക്കാർ എന്ത് ചെയ്യും, അത് കത്തിക്കും. അത് കത്തിച്ചിട്ട് ആ സ്മോക്ക് ആക്ച്വലി വരുന്നത് ഡൽഹിയിലോട്ടാണ്. ഓക്കെ, ഡൽഹിയിലോട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡൽഹി ലാൻഡ് ലോക്ക്ഡ് ആയതുകൊണ്ട്, അതായത് ഈ സ്മോക്ക് വന്നാൽ ഡൽഹിക്കുള്ളിൽ തന്നെ ഇത് നിൽക്കും. അപ്പോൾ വേറെ എങ്ങോട്ടും ഈ സ്മോക്ക് പോകത്തില്ല. അപ്പോൾ ആ സ്മോക്ക് ആക്ച്വലി ഫോഗിനോട് ചേർന്ന് സ്മോഗ് ആവും വിച്ച് ഇൻ ടേൺ ഇൻക്രീസസ് പോപ്പുലേഷൻ. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് ഒരു ഫാക്ടറാണ്, വെഹിക്കുലർ എമിഷൻസ് ഒരു ഫാക്ടറാണ്, റോഡ് ഡസ്റ്റ് ഒരു ഫാക്ടറാണ്, മീറ്റിയോറോളജിക്കൽ കണ്ടീഷൻസ് അതെല്ലാം എന്ത് ചെയ്യും, ഈ പൊല്യൂട്ടൻസിനെ ട്രാപ്പ് ചെയ്യും വിൻ്ററിനെ. ഓക്കെ, പർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. മിക്സ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ എയർ ദാറ്റ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് റെഡ്യൂസസ് വിസിബിലിറ്റി. ഇപ്പോൾ പർട്ടിക്കുലർ മാറ്റർ 10 എന്ന് പറയുമ്പോഴേക്കും അത് 10 മൈക്രോമീറ്റേഴ്സിനേക്കാളും താഴെയോ അതിന് ഈക്വലോ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് PM10 എന്ന് പറയുന്നത്. അത് ഇൻഹെയിലബിൾ ആണ്. പിന്നെ PM2.5 എന്ന് പറയുമ്പോൾ 2.5 മൈക്രോമീറ്റേഴ്സിനെക്കാട്ടിലും താഴെയുള്ളത് വെരി ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഡീപ്ലി ഇൻഹെയിലബിൾ, മോർ ഹസാർഡസ് ആണത്. ഓക്കെ, സോഴ്സസ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, അൺപേവ്ഡ് ആയിട്ടുള്ള റോഡ്സ്, അഗ്രികൾച്ചർ ഫീൽഡ്സ്, ഫയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്മോക്ക് സ്റ്റാക്സ് ഒക്കെ ഈ PM റിലേറ്റഡ് പർട്ടിക്കുലർ മാറ്റർ പൊല്യൂഷന് ഒരു സോഴ്സസ് ആണ്. ഓക്കെ, പിന്നെ എഫേർട്സ് ടു റെഡ്യൂസ് വെഹിക്കുലർ പൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ BS5 4 വെഹിക്കിൾസ്, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് വെഹിക്കിൾ എമിഷൻ നോംസ്. പിന്നെ EVs നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സബ്സിഡീസ് ഒക്കെ ഗവൺമെൻറ് കൊടുത്തു. ഡൽഹി റീജിയണിൽ EVs കൊണ്ടുവരുന്നവർക്ക് 50% അത്ര 30 അത്രയൊക്കെ ഉള്ള ഒരു സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എമർജൻസി മെഷേഴ്സ്, ഓഡ് ഈവൻ വെഹിക്കിൾ സ്കീംസ് ഡ്യൂറിങ് പീക്ക് പൊല്യൂഷൻ എപ്പിസോഡ്സ്, അതായത്
നമ്പർ പ്ലേറ്റിൽ ഇത്ര ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഇന്ന ദിവസത്തിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ, ഓഡ് നമ്പേഴ്സ് ഉള്ളവർ അന്ന് ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെറിഫറൽ എക്സ്പ്രസ് വേസ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ എക്സ്പ്രസ് വേസ് ബിൽഡ് ടു ഡൈവേർട്ട് ഹെവി വെഹിക്കുലർ ട്രാഫിക് അവേ ഫ്രം ഡൽഹി. ഓക്കെ, പിന്നെ റോൾ ഓഫ് ദ കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ക്രിയേറ്റഡ് ചെയ്തേക്കുന്ന എന്താണ്, കോർഡിനേഷൻ, റിസർച്ച്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് എയർ ക്വാളിറ്റി ഇഷ്യൂസ് ഇൻ NCR ആൻഡ് അഡ്ജോയിനിങ് റീജിയൻസ്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു പ്രൊആക്റ്റീവ് മെഷേഴ്സ്, അതായത് ഓൺ ഗ്രൗണ്ടായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇത് കൊണ്ടുവരുന്നില്ല. പിന്നെ എഫേർട്സ് ടു അഡ്രസ് സ്റ്റബിൾ ബേണിംഗ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഡൽഹീസ് പൊല്യൂഷൻ ഈസ് സ്റ്റബിൾ ബേണിംഗ്. ഓക്കെ, സബ്സിഡി ഫോർ ഫാമേഴ്സ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം, അതായത് ടെർബോ ഹാപ്പി സീഡർ എൻജിൻസ്, അത് എന്താണ്, ഇത് അപ്രൂവ് ചെയ്യും സ്റ്റബിളിനെ. അപ്പം അതുപോലെ തന്നെ ഒരു കെമിക്കലുണ്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്സ് ടു മാനേജ്, അപ്പോൾ അതിനെ ദ്രവിച്ച് കളയിപ്പിക്കുന്ന രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്ത് പെട്ടെന്ന് ദ്രവിച്ച് കളയുന്ന രീതിയിലുള്ള എൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീകമ്പോസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടുള്ള സബ്സിഡിയും കാര്യങ്ങളും. പിന്നെ ചാലഞ്ചസ് ഇൻ ഗവർണൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, അത് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ അതോറിറ്റീസ്. പിന്നെ ഇൻസഫിഷ്യൻറ്റ് പബ്ലിക് അവയർനെസ് റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ടു പൊല്യൂഷൻ കൺട്രോൾ, ലിമിറ്റഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പോളിസീസ് സച്ച് ആസ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. പിന്നെ ഇതിൽ ഇങ്ങനൊരു പൊല്യൂഷൻ നടക്കുമ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ഒരു വേ ഫോർവേഡ് കൊണ്ടുവരാം. ഒന്നെന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് മോണിറ്ററിങ് സിസ്റ്റംസ് ആണ്, അതായത് റിയൽ ടൈം ഡേറ്റ റിയൽ ടൈമിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, പിന്നെ പോളിസി ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പം നമുക്കറിയാം സെൻറ്റർ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കേസിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ആണെങ്കിലും ഇൻഡർ-സ്റ്റേറ്റ് കോപ്പറേഷനൊക്കെ ആണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്താലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ ഇൻസെൻറ്റീവ്സ് ഫോർ ക്ലീനർ ടെക്നോളജി, നമുക്കറിയാം EV അഡോപ്ഷനൊക്കെ വരുമ്പം അല്ലെങ്കിൽ ക്ലീനർ ഫ്യൂവൽസ് ഒക്കെ കൊണ്ടുവരുമ്പോഴേക്കും അത് പ്രോപ്പറായിട്ട് അതിന് ഇൻസെൻറ്റീവ്സോ സബ്സിഡീസ് ഒക്കെ ഗവൺമെൻറ് കൊടുക്കുക. ഓൾറെഡി കുറച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ ഒന്ന് ഇൻസെൻറ്റീവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചാർജിങ് സ്റ്റേഷൻസ്, EV ആണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരിക. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ അർബൻ പ്ലാനിങ്, ഡൽഹി റീജിയനിലൊക്കെ പ്രോപ്പർ അർബൻ പ്ലാനിങ് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പബ്ലിക് അവയർനെസ് ആൻഡ് ക്യാമ്പയിൻസ്, എൻകറേജ് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊല്യൂഷൻ റിഡക്ഷൻ, അതായത് സിറ്റിസൺസിനോട് കൂടുതലും എങ്ങനെയാണ് പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക. പിന്നെ ലോങ് ടേം ഏർബൻ പ്ലാനിങ്, എക്സ്പാൻഡ് ഗ്രീൻ കവർ, ഇംപ്രൂവ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് റെഗുലേറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്കറിയാം, ഡൽഹി പൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് എന്താണേലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, കാരണം ഇതൊരു റിക്കറിങ് ഇവൻ്റ് ആണ്. എല്ലാ വർഷവും വിൻ്റർ ആകുമ്പം അല്ലെങ്കിൽ ദീപാവലി ടൈമൊക്കെ ആകുമ്പോൾ എപ്പോഴും ന്യൂസിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഡൽഹി പൊല്യൂഷൻ, അല്ലെ ഫാമിംഗ് സീസൺ എൻഡ് ആകുമ്പോഴൊക്കെ ഡൽഹി പൊല്യൂഷൻ വരും. അപ്പം ഡൽഹി എയർ പൊല്യൂഷൻ ക്രൈസിസ് ഈസ് എ റിക്കറിങ് റിമൈൻഡർ ഓഫ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടാക്ലിംഗ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. Initiatives like air quality index monitoring, GRAP, CAQM are steps in the right direction but require stronger implementation and public engagement. A collaborative approach involving technology, governance and individual responsibility is crucial to ensure clean air for all and set an example for other cities grappling with similar challenges. Okay, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഒന്ന് പറയുന്നത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊപ്പോസൽസ് ടു യൂസ് ഓഫ് ഹൈഡ്രജൻ എൻറിച്ച്ഡ് CNG HCNG ആസ് ഫ്യൂവൽ ഫോർ ഗ്യാസസ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫോർ ബസ്സസ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് 2019 പ്രിലിംസ് PYQ ആണ്. The main advantage of the use of HCNG is the elimination of carbon monoxide emissions. പിന്നെ HCNG as fuel reduces carbon dioxide and hydrocarbon emissions. Hydrogen up to 1/5 by volume can be blended with CNG as fuel for buses. HCNG makes the fuel less expensive than CNG. Which of the following statements given is or are correct? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഇത് HCNG, ഇത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം ചിലപ്പോൾ ഈ ടോപ്പിക് HCNG എന്താണ് അല്ലെ CNG എന്താണെന്നൊക്കെ ഉള്ള ടോപ്പിക്കുകൾ ചിലപ്പം UPSC റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, HCNG ആസ് ഫ്യൂൽ റെഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് അല്ലെ ഹൈഡ്രോകാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഹൈഡ്രജൻ അപ് ടു 1/5 ഓഫ് ദ വോളിയം ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് CNG ആസ് ഫ്യൂൽ ഫോർ ബസ്സസ്. അതറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ,
പിന്നെയുള്ളത് കൺസിഡർ ദ ഫോളോയിങ്: കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇത് ക്രോപ്പ് റെസിഡ്യൂ അല്ലെങ്കിൽ ബയോമാസ് റെസിഡ്യൂ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എല്ലാം തന്നെ ഇതുണ്ടാകാനായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ റിലീസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. 1, 2, 3, 4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 2019 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹൗ ഇന്ത്യ കുഡ് കൗണ്ടർ ദ CBAM. ഓക്കെ, CBAM എന്ന് പറയുന്നത് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അപ്പോൾ അത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മെഷറാണ്. എയിംസ് ടു ഇമ്പോസ് കാർബൺ എമിഷൻ റിലേറ്റഡ് കോസ്റ്റ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ensuring parity with the carbon cost borne by EU produced goods. This measure, while addressing environmental concerns, raises significant challenges for developing nations. നമുക്കറിയാം, നമ്മൾ ആക്ച്വലി ഇപ്പം കാർബൺ റിഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ആകത്തില്ല. പക്ഷേ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഇതുപോലത്തെ താരിഫുകളൊക്കെ ഇമ്പോസ് ചെയ്യുമ്പം നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം നേഷൻസ് ലൈക്ക് ഇന്ത്യ, ഡ്യൂ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എക്കണോമിക് ആൻഡ് ട്രേഡ് ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ CBAM എന്താണെന്ന് നോക്കുക. CBAM എന്ന് പറയുന്നത് ഇമ്പോർട്ടേഴ്സിന് ഒരു ഡീറ്റെയിൽഡ് എമിഷൻ ഡേറ്റ കൊടുക്കണം അവരുടെ ഗുഡ്സ് ആൻഡ് പർച്ചേസിന്. അപ്പോൾ അത് എമിഷൻസ്, അതായത് ആ എമിഷൻ സർട്ടിഫിക്കറ്റ്സ് ഇക്വലൻ്റ് ടു കാർബൺ കോസ്റ്റ്, അതായത് EUന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കം ഇൻ ടു ഫുൾ എഫക്റ്റ് ഇൻ January 2026. ഇപ്പോൾ സെക്ടേഴ്സ് ഏതൊക്കെയാണ് എഫക്റ്റഡ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീല്, അയൺ, സിമെൻറ്റ്, അലൂമിനിയം, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇമ്പോർട്ട്സിന് ഈ CBAM എഫക്റ്റ് ആവും. അപ്പോൾ ഇന്ത്യ എന്തൊക്കെ കൺസേൺസ് ആണ് റേസ് ചെയ്തേക്കുന്നത്? ഒന്ന്, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അതായത് CBAM എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷണലി എഫക്റ്റ് ചെയ്യുന്നത് കൺട്രീസ് വിത്ത് വീക്കർ എമിഷൻ റിഡക്ഷൻ കപ്പാസിറ്റീസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എമിഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ യൂറോപ്യൻ യൂണിയനും വെസ്റ്റേൺ കൺട്രീസൊക്കെയാണ് കൂടുതൽ എമിഷൻസ് ഉണ്ടായത്. അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻഡസ്ട്രിയലൈസേഷനാണ്. അപ്പം നമ്മൾ ഇന്ത്യ അലോങ് വിത്ത് അതർ നേഷൻസ് urges that it penalizes exporters in developing economies for emissions largely influenced by historical industrialization in developed countries. അപ്പോൾ EU അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പാക്ട്സ് എന്താണ്? അപ്പോൾ EU constitutes 20.33% of India's merchandise exports, of which 27.5% അത് എന്താണ്, പ്രൈമർലി സ്റ്റീലും അയൺ ആൻഡ് അലൂമിനിയമാണ്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. അഡീഷണൽ കംപ്ലയൻസ് കോസ്റ്റ് കുഡ് റെഡ്യൂസ് ഇന്ത്യാസ് കോമ്പറ്റീവ്നെസ് ഇൻ ഈ യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്സ്. പിന്നെ വയലേഷൻ ഓഫ് ട്രേഡ് പ്രിൻസിപ്പിൾസ് ആണ്. CBAM ഡിസ്റിഗാർഡ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ പാരീസ് അഗ്രിമെൻറ്റ്. ഇറ്റ് മേ അണ്ടർമൈൻ, അതായത് അവർക്കൊരു എഡ്ജ് കൊടുക്കുന്ന രീതിയിലാണ് ഇങ്ങനൊരു CBAM എന്ന് പറയുന്നൊരു മൂവ് വരുന്നത്. ഓക്കെ, ഇറ്റ് മേ, അതായത് യൂറോപ്യൻ യൂണിയന്, ഇറ്റ് മേ അണ്ടർമൈൻ മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സ് അണ്ടർ ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCയുടെ അഗ്രിമെൻറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെഷറും കൂടിയാണ് CBAM എന്ന് പറയുന്നത്. പിന്നെ റവന്യൂ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്ലാൻസ് ടു യൂസ് ഈ CBAM ജനറേറ്റഡ് റവന്യൂ ഫോർ ഇറ്റ്സ് നെക്സ്റ്റ് ജനറേഷൻ EU റിക്കവറി ഫണ്ട്, റേസിംഗ് കൺസേൺസ് അബൌട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ടു അഫക്റ്റഡ് നേഷൻസ്. അതായത് അവരുടെ തന്നെ നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഹിസ്റ്റോറിക്കലി ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഒരു കോസായിട്ട് വന്ന കൺട്രീസ് ഇപ്പോൾ ഡെവലപ്പ് ആകുന്ന കൺട്രീസിനെ മിൽക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ട്രേഡിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പോളിസി കൊണ്ടുവന്നിട്ട് ആ ഫണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യസ് പോസിബിൾ കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണ്? പോളിസി അഡ്വക്കേസി അറ്റ് ഇൻ്റർനാഷണൽ ഫോറംസ്, അതായത് അഡ്വക്കേറ്റ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് ഇക്വിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് വിച്ച് കൺസിഡേഴ്സ് റിലേറ്റീവ് കപ്പാസിറ്റീസ് ഓഫ് നേഷൻസ് ടു റെഡ്യൂസ് എമിഷൻസ്. അതായത് ഓരോ കൺട്രിയുടെ കേപ്പബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് എമിഷൻസ് റിഡക്ഷൻ കൊണ്ടുവരേണ്ടത്. പുഷ് ഫോർ റിഫോംസ് എൻഷുറിംഗ് ദ ഇൻക്ലൂഷൻ ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ് പെർസ്പെക്റ്റീവ്സ് ഇൻ CBAM ഡിസ്കഷൻസ് അറ്റ് ഗ്ലോബൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് COP കോൺഫറൻസസ്. പിന്നെ സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് കാർബൺ പോളിസി. എക്സ്പെഡിറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇന്ത്യാസ് നാഷണൽ ഹൈഡ്രജൻ മിഷൻ ടു ഡീകാർബണൈസ് സെക്ടേഴ്സ് ലൈക്ക് സ്റ്റീൽ ആൻഡ് cement. Promote renewable energy adoption and carbon capture technologies
to align domestic production with global green standards. Okay. ഇനിയുള്ളത് പ്രൊമോട്ടിംഗ് സൗത്ത് സൗത്ത് കോപ്പറേഷൻ ആണ്. കൊളാബറേറ്റ് വിത്ത് അതർ ഡെവലപ്പിംഗ് നേഷൻസ് ടു ക്രിയേറ്റ് കളക്റ്റീവ് റെസ്പോൺസ് ടു CBAM, എൻഷുറിങ് ഫെയർ ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഗ്ലോബൽ ട്രേഡ് നോംസ്. അപ്പം ഈ സൗത്ത് ടു സൗത്ത് എന്താണ് കോപ്പറേഷൻ? അപ്പം നമുക്കറിയാം എർത്ത് ആസച്ച് അല്ലെങ്കിൽ വേൾഡ് ആസച്ച് രണ്ട് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഗ്ലോബൽ നോർത്തും ഉണ്ട്, ഗ്ലോബൽ സൗത്തും ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെവലപ്ഡ് നേഷൻസ് ആണ്. നമുക്കറിയാം US, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, അതൊക്കെ കുറച്ചുകൂടി ഡെവലപ്ഡ് നേഷൻസ് ആണ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യ, ഇന്തോനേഷ്യ അങ്ങനെയുള്ള കൺട്രീസ് ഉണ്ട്, അർജൻറ്റീന അങ്ങനെയുള്ള കൺട്രീസും ഉണ്ട്. അപ്പോൾ അവർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ബ്രസീൽ അതുപോലത്തെ കൺട്രീസൊക്കെ ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അപ്പോൾ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുക. എന്നിട്ട് ഗ്ലോബൽ സൗത്തിൻ്റെ കൺസേൺസ് ആയിട്ടുള്ള, അതായത് CBAM പോലത്തെ ഇനിഷ്യേറ്റീവ്സ് വരുമ്പോൾ ഗ്ലോബൽ സൗത്തിനെയാണ് ഓവറോൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ലെവറേജിങ് ഇന്ത്യാസ് ലീഡർഷിപ്പ് അറ്റ് COP28, highlight the disparity between developed and developing nations, historical emissions at international climate negotiations, emphasize the need for capacity building support and technology transfer from developed nations. പിന്നെ ലോ കാർബൺ എക്സ്പോർട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇൻവെസ്റ്റ് ഇൻ ലോ കാർബൺ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് ക്രിയേറ്റ് എ സർട്ടിഫിക്കേഷൻ മെക്കാനിസം ടു എൻഹാൻസ് ഗ്ലോബൽ അക്സെപ്റ്റബിലിറ്റി ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ്. പിന്നെ ഗ്രീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഇവർ ഇറക്കുവാണെങ്കിൽ പോലും വി വിൽ ബി സേഫ്. അപ്പോൾ നെക്സ്റ്റ് ആക്ച്വലി G20 റിലേറ്റഡ് ആയിട്ട് കുറച്ച് ന്യൂസൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പറിലുണ്ട്. അപ്പോൾ ആസ് എ കോമൺ ഇനിഷ്യേറ്റീവ് നമ്മളൊരു G20 എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ G20 എന്ന് പറയുന്നത് ഇസ് എ പ്രീമിയർ ഇൻ്റർനാഷണൽ ഫോറം ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ബ്രിങ്ങിങ് ടുഗദർ ദ വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമീസ് to discuss and address pressing global challenges comprising 19 countries and 2 regional bodies. Okay, അപ്പം G20 plays a pivotal role in ensuring global financial stability, fostering sustainable development, dialogue, അതായത് ഡൈവേഴ്സ് മെമ്പേഴ്സുമായിട്ടുള്ള ഡയലോഗ് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് 1999 ഇത് എസ്റ്റാബ്ലിഷ് ആയത്. അപ്പോൾ വാട്ട് ഈസ് G20? ഓക്കെ, G20 എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൺട്രീസ് എന്ന് പറയുമ്പോൾ അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, പിന്നെ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് മെമ്പർ കൺട്രീസ് ആയിട്ടുള്ളത്. റീജിയണൽ ബോഡീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനുമാണ്. ഇത് 2024 ആഡ് ആയത്. ഓക്കെ, അപ്പം ഗ്ലോബൽ റെപ്രസെൻറ്റേഷനിൽ 85% ഓഫ് ഗ്ലോബൽ GDP G20 75% ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് G20 പാർട്ടാണ്. 2/3 ഓഫ് വേൾഡ്സ് പോപ്പുലേഷനും G20 പാർട്ടാണ്. അപ്പം ഇത് G20 എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇതൊരു ഗ്രൂപ്പ് ഓഫ് 20 ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിനില്ല. പിന്നെ ഉള്ളത് പ്രസിഡൻസിയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇന്ത്യ ആയിരുന്നു G20 പ്രസിഡൻസി വഹിച്ചത്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് കൺട്രിയാണ് ഒരു വർഷത്തെ അജണ്ടയും പ്രയോറിറ്റീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രസീലാണ്. ഓക്കെ, ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മേജർ ഗ്ലോബൽ എക്കണോമീസ് വിച്ച് ആസ് ഇന്ത്യ, USA, ചൈന, റഷ്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എമേർജിങ് എക്കണോമീസ് ആയിട്ടുള്ള ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇന്തോനേഷ്യ ആണ് ഫൗണ്ടിങ് മെമ്പേഴ്സിൻ്റെ പാർട്ടായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് G20 എന്താണ്? അപ്പം ടു എൻഷുർ ഗ്ലോബൽ എക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫോസ്റ്റർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ ടു കോർഡിനേറ്റ് പോളിസീസ് എമംഗ് മെമ്പർ കൺട്രീസ് ടു അഡ്രസ് ട്രാൻസ്നാഷണൽ ഇഷ്യൂസ് സച്ച് ആസ് ഗ്ലോബൽ റിസഷൻസ് ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പാൻഡമിക്സ് ഉണ്ട്, ട്രേഡ് ഇംബാലൻസ്, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫോറം അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പോൾ G20 സമ്മിറ്റ് 2024 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബ്രസീലിലാണുള്ളത്. ഇതിൻ്റെ തീം കൂടി അറിഞ്ഞിരിക്കുക, ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. ഓക്കെ, ദിസ് തീം റിഫ്ലെക്ട്സ് Brazil's commitment to tackling global inequalities, promoting environmental sustainability, പിന്നെ advocating for reforms in international institutions to align them with contemporary global realities. അപ്പോൾ G20 സിഗ്നിഫിക്കൻസും കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ എക്കണോമിക് ലീഡർഷിപ്പാണ്. അതായത് നമുക്കറിയാം 85% ഓഫ് GDP ഗ്ലോബൽ GDP ഇതിനകത്തുണ്ട്. അപ്പോൾ G20 ആക്ട് ആസ് എ വൈറ്റൽ പ്ലാറ്റ്ഫോം ഫോർ മേജർ എക്കണോമിക്സ് ടു കോർഡിനേറ്റ് പോളിസീസ് ആൻഡ് ഫോസ്റ്റർ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്ലോബൽ
കോർപ്പറേറ്റ് ടാക്സ് അതൊരു 20% ആക്കണമെന്നൊക്കെ ഉള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തായിരുന്നു. അത് G20 എടുത്ത ഇനിഷ്യേറ്റീവാണ്. പിന്നെ പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഡ്യൂറിങ് 2008 global financial crisis when member countries jointly implemented the measures to revive the global economy. പിന്നെ അഡ്രസ്സിങ് ഇന്നിക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ അഡ്രസ്സിങ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് അക്രോസ് റീജിയൻസ്, aims to bridge digital divide and ensure equitable access to resources and opportunities. പിന്നെ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ആണ്. എൻകറേജസ് മെമ്പർ നേഷൻസ് ടു അഡോപ്റ്റ് മെഷേഴ്സ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ക്ലീൻ എനർജി ട്രാൻസിഷൻ. പിന്നെ ഉള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് SDG ഗോൾസ് ഇൻ്റർനാഷണൽ കോപ്പറേഷനിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് G20 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് കേസിൽ പ്രൊവൈഡ്സ് എ ഫോറം ഫോർ കോർഡിനേറ്റഡ് റെസ്പോൺസ് ടു ഗ്ലോബൽ എമർജൻസീസ്. അതായത് നമുക്കറിയാം പാൻഡമിക് വന്ന സമയത്ത് G20 നല്ല രീതിയിൽ ആക്ട് ചെയ്തു. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. ഡെവലപ്ഡും ഡെവലപ്പിംഗ് എക്കണോമീസും തമ്മിലുള്ളൊരു ലിങ്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് G20 എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA ഇത്രയൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആയിരുന്നു. G20 ഒക്കെ റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രിസൺ ടാഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു. അതൊരു ന്യൂ ടോപ്പിക്കാണ്, പക്ഷേ പ്രിസൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഒക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ആ ഡേറ്റ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.